പലിശയെ പോലെ. നബി തങ്ങൾ പറയുകയാ, ഫൈനർ റജുലൽ മുഅ്മിന ലയഖ്തരിഫുൽ ലുഖ്മത മിനൽ ഹറാമി ഇലാ ഫീഹി ലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 യൗമാ. ഒരു മുഅ്മിനായ സഹോദരൻ ഹറാമ് കലർന്ന സമ്പാദ്യം അവന്റെ വായിലേക്ക് ഉയർത്തി അവൻ ഭക്ഷിച്ചാൽ ഫലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 യൗമാ. 40 ദിവസത്തോളം അവന്റെ ദുആകളോ അവന്റെ ആരാധനാ കർമ്മങ്ങളോ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അങ്ങനെ ദുആ ചെയ്താൽ സ്വീകരിക്കും? പിന്നെ അങ്ങനെ എന്നിട്ട് അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദുആ ചെയ്ത ആ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം ഇതാണ്. പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഹറാം. ഹറാം. മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. ഒരു പാവപ്പെട്ട ഒരുവൻ അഴുക്ക് പിടിച്ച വസ്ത്രവും അഴുക്ക് പിടിച്ച ശരീരവുമായി മുടിപടലങ്ങളെല്ലാം വികൃത കോലത്തോട് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നു, യാ റബ്ബ് യാ റബ്ബ്, ഓ രക്ഷിതാവേ ഓ രക്ഷിതാവേ എന്ന് വിളിച്ചു പറയുമ്പോ ഈ അടിമയെ നോക്കിയിട്ട് അള്ളാഹു പറയുകയാ, ഈ അടിമേ, നീ കഴിച്ച ഭക്ഷണം ഹറാമാ, നിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഹറാമാ, നീ കുടിച്ച വെള്ളം ഹറാമാ, നീ പിന്നെ എന്റെ ദർബാറിലേക്ക് നോക്കിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചാൽ ഫഅന്നാ യുസ്തജാബു ലക, നിനക്ക് എങ്ങനെയാണ് ഞാൻ മറുപടി നൽകുക? അതാണ് ദുആ ചെയ്തിട്ട് മറുപടി കിട്ടാത്തത്. അതല്ലാതെ ദുആ ഇരുന്ന അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. മൻ ഫുതിഹ ലഹു ബാബുദ് ദുആഇ മിൻകും ഫുതിഹത് ലഹു അബ്വാബുൽ ഇജാബ കമാ ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും ദുആയുടെ വാതിൽ തുറന്നാൽ അല്ലാഹു ഇജാബത്തിന്റെ ഉത്തരത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആയുടെ വാതിൽ തുറന്നാലും അല്ലാഹ് ഇജാബത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ദുആ എന്നാൽ സ്വീകരിക്കും. പക്ഷെ സ്വീകരിക്കാതെ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, എന്തോ അകത്ത് കട്ട് കിടപ്പുണ്ട്. കട്ട്, കോഴി ഇറച്ചി, കോഴിയെ കണ്ടിക്കുമ്പോൾ ഒരു കട്ടെന്ന് പറയില്ല, ഒരു കറുത്തൊരു സാധനം, അത് കയ്പുള്ള സാധനം, അതെടുത്ത് കളഞ്ഞ് നമ്മൾ എങ്ങനെയാണ് കോഴി ഇറച്ചി ശുദ്ധീകരിച്ചെടുക്കുന്നത്, അതേപോലെ എന്തോ അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ദുആ സ്വീകരിക്കാത്തത്. നബി തങ്ങൾ പറഞ്ഞു, ലാ തഅജിസു ഫി ദുആഇ മിൻകും, നിങ്ങളിൽപ്പെട്ട ആരും ദുആയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുതേ. ഫഇന്നഹു ലൻ യഹ്ലിക അഹദുൻ മഅ ദുആ. ദുആ ചെയ്ത് ആരും നശിച്ച ചരിത്രമില്ല, ദുആ ചെയ്ത് സ്വീകരിക്കപ്പെടാത്ത സംഭവമില്ല. അതുകൊണ്ട് ദുആ ചെയ്തോ, ദുആയിൽ നിന്ന് നിരാശരാകരുത്. വിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചതിനെ മനസ്സിലാക്കണം. നമ്മൾ ഈ ചെയ്തിട്ട് സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താ? എന്തോ നമ്മുടെ പ്രശ്നമാണ്. അതിന് അള്ളാഹും റസൂലും കുറ്റം പറയരുത്. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് മാറ്റി ഒരു നിയ്യത്തെട്, അള്ളാഹു ഇനി പലിശയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ ഞാൻ തീർത്തേക്കാം, പണയം വെക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഞാൻ നിങ്ങൾ വിറ്റേക്കാം, വിറ്റിട്ട് പുതിയ വാങ്ങിച്ചൂടെ? ഇതിപ്പോ 2000 രൂപ കൊണ്ട് അടച്ചിട്ട് 6000 രൂപയ്ക്ക് തിരിച്ചെടുക്കുന്നത്, ആ സമയം കൊണ്ട് പുതിയൊരു സ്വർണം വാങ്ങിക്കൂടെ? ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. ഈ പറയുന്ന പോലെ LIC പരിപാടികളൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം എന്ന് നിയ്യത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹ് പറ. ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. നമുക്കൊരു പ്രശ്നവുമില്ല, പറയേണ്ടത് പറയാം. നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ആഖിറത്തിൽ ചെല്ലുമ്പോൾ കെട്ടിയോനും കാണൂല, കെട്ടിയോളും കാണൂല, അയൽവക്കക്കാരനും കാണൂല, ഇൻഷുറൻസ് കമ്പനിക്കാരനും കാണൂല, നാട്ടുകാരനും കാണൂല, വീട്ടുകാരനും കാണൂല, ഉസ്താദും കാണൂല, മോദിനും കാണൂല, മൊല്ലക്കായും കാണൂല, കാക്കായും കാണൂല.